ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടൊക്കെ കയറി താമസിച്ചു. വീഡിയോ ഇടാനൊക്കെ കുറച്ച് വഴുകി. പക്ഷെ നമ്മൾ ഇനി മുതൽ അന്ന് മുതൽ എടുത്തു വെച്ച വീഡിയോകളൊക്കെ ഉണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സിറ്റ് ഔട്ടിൽ ഇടാനുള്ള കസേര മേടിച്ചത് വെറൈറ്റി കളറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ എല്ലാ ആളുകളും വാങ്ങിക്കൊണ്ടുപോവുക ഒരേ കളറുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അവിടെ കളർ ഡിഫറൻസിൽ കിടക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വിലയും കുറഞ്ഞ് കിട്ടി. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു പ്രത്യേക ഭംഗിയും അതിനെ കൊണ്ട് വരുത്താൻ കഴിഞ്ഞു. നമ്മൾ ഈ വീടിൻ്റെ ജനൽ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റീലാണ്. ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഈ പുളികളൊക്കെ മരമാണ്. അപ്പോൾ അതിന് നമ്മൾ പെയിൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. തേക്ക് പോലെ തന്നെ പ്രൊഫഷണൽ ആൾക്കാർ ചെയ്തതാണ്. നമ്മൾ ലൈറ്റുകളൊക്കെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ സീൽ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയയിൽ തന്നെ കയറുമ്പോഴാണ് നമ്മൾ ടി വി വെച്ചിട്ടുള്ളത്. ടി വിനെ കുറിച്ചും ലിവിങ് ഏരിയയിലെ സോഫകളെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ സ്റ്റെയർ കേസാണ് കാണുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കേസാണ് ഇവിടെ കാണേണ്ടത്. ഫ്രണ്ടിൽ ഒരാൾ വന്ന് തുറക്കുമ്പോൾ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ് ചെയ്തത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെയാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്നും ഇവിടെ ഒരാൾ വന്നെങ്കിലേ അതിൻ്റെ അകത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഈ റൂമിൽ ചെയ്തിട്ടുള്ള കട്ടിൽ, എല്ലാ റൂമിലും കട്ടിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കട്ടിലിനെ കുറിച്ചും ഇതിൽ കിടക്കുന്ന ബെഡിനെ കുറിച്ചൊക്കെ, കട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണൊരു ബെഡ്റൂം. ഇതിൻ്റെ സീലിങ്ങിലൊക്കെ ടോപ്പിൽ ലൈറ്റൊക്കെ അങ്ങനെ ജിപ്സ് അല്ലാതെ തന്നെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിരിക്കുകയാണ്. BLDC ഫാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ റൂമിൽ തന്നെ കയറുമ്പോൾ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന പാസേജിലാണ് നമുക്ക് ആ റൂമിൽ വേണ്ട അലമാരി സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫെറോസിമെൻറ്റിലാണ് നമ്മളെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് അടപ്പ് വെച്ചേക്കാണ്. ഇതാണ് നമ്മളെ ഈ റൂമിൻ്റെ ബാത്റൂം. അപ്പോൾ ലിവിങ്ങിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ അതിന് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ നമ്മളതിൻ്റെ സ്പേസും സാധനങ്ങളും ഇട്ടിരുന്നു. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ വീട്ടിലൊക്കെ 30 ഇഞ്ചാണ് വയ്ക്കുക. 30 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചിൽ കുറച്ചു. 29 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ്. അത് ഈ ഗ്ലാസ് ടോപ്പ് വരെ. അപ്പോൾ അതെങ്ങനെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഹൈറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു 5.5, 5.6, 5.7 ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു 29 ഇഞ്ച് മതി. അതേസമയം നല്ല ഹൈറ്റുള്ള ആളുകളാണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഹൈറ്റ് വെക്കാം. പിന്നെ ഈ കാല് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ മേശയുടെ ഇവിടെ പിടിപ്പിക്കുന്ന ഈ സാധനം കണ്ടമാനം താഴ്ത്തി കിട്ടാലും കാലിടിക്കും. അപ്പോൾ അത് ഇവിടെ ഒരു സാധാരണ ചില വീട്ടിലൊക്കെ 4 ഇഞ്ചൊക്കെ വെക്കാറുണ്ട്. നമ്മളൊരു 2.5 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ സാധനമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നിർത്തിവെച്ച വീഡിയോകളുണ്ടല്ലോ, അവിടുന്ന് മുതലുള്ള ബാക്കിയുള്ള വീഡിയോകളോട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.